ഹലോ, ഇന്ന് നമുക്ക് 2024 റിലീസായ ഗ്യാങ്സ് ഓഫ് ഗോദാവരി എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ലങ്ക എന്നൊരു ഗ്രാമം, അവിടെ വിശിഷ്ടമായ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ചെന്നിട്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത ആളിനെ കൊന്നു കളയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു കാപ്പ് കെട്ടിയാൽ അതുപോലെ നടക്കുമെന്നാണ് ആ ഗ്രാമവാസികളുടെ വിശ്വാസം. അങ്ങനെയുള്ള ആ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന നായകനെ ഇഷ്ടമല്ലാത്ത നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് നായകനെ കൊന്നു കളയണമെന്ന ആഗ്രഹത്തിൽ അമ്പലത്തിൽ പോയി കാപ്പ് കെട്ടുന്നു. പിന്നീട് നായകൻ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടായിരിക്കാം നായകനെ നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ലാത്തത്, അതിന് പിന്നിലുള്ള കഥ എന്താണ് എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ലങ്ക എന്ന ഗ്രാമത്തിലെ വിചിത്രമായൊരു അമ്പലം കാണിക്കുകയാണ്. ആ അമ്പലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും ഇഷ്ടമല്ല എന്ന് കരുതി അവരുടെ പേര് പറഞ്ഞ് കാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ മരിച്ചു പോകും. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ആ അമ്പലത്തിലേക്ക് ഗ്രാമവാസികൾ ചെല്ലുന്നത് പോലും. എന്നാലും എല്ലാവർക്കും അവിടെ കടക്കുവാൻ പ്രയാസമാണ്. അത്യാവശ്യമുള്ളവർക്ക് മാത്രമേ അവിടെ കടക്കുവാനായിട്ട് പറ്റൂ. അങ്ങനെ നാട്ടുകാരൊക്കെ ചേർന്ന് നായകനായ രത്നാകറിനെതിരെ കാപ്പ് കിട്ടുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ജയിലാണ്. ജയിലിൽ കിടക്കുകയാണ് നായകനായ രത്നാകർ. രത്നാകർ ഇപ്പോൾ വയസ്സായിരിക്കുകയാണ്. ജയിലിലുള്ള കുറെ പേർ ചേർന്ന് രത്നാകറിനെ കൊല്ലുവാനായി ശ്രമിക്കുമെങ്കിലും നടക്കുന്നില്ല. അവന്റെ പരിസരത്ത് പോലും അടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നതേയില്ല. ഒടുവിൽ അവനെ കൊല്ലാൻ ശ്രമിച്ചവർ അവനടുത്ത് വന്നിട്ട്, നിന്നെ ഞങ്ങൾ എത്ര കൊല്ലാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. നിന്റെ വീക്ക്നെസ് നിന്റെ മകളല്ലേ. നീ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മകളെ ഞങ്ങൾ കൊല്ലുമെന്ന് പറയുന്നതിനാൽ നിങ്ങൾക്ക് എന്ത് വേണം? ഞാൻ മരിക്കണമല്ലേ? ഞാൻ സമ്മതിച്ചു, ഞാൻ മരിച്ചേക്കാം. അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് എൻ്റെ മകൾ അറിയണം. നിങ്ങൾ ഈ ഡയറി അവളെ ഏൽപ്പിക്കണമെന്നും രത്നാകർ പറഞ്ഞു. അങ്ങനെ അവർ ഡയറി മകളെ ഏൽപ്പിക്കും. പിന്നീട് ആരാണ് രത്നാകർ, എന്താണ് രത്നാകറിന് സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായ പെൺകുട്ടിയുണ്ട്. അവളുടെ പേരാണ് രത്നമാല. ഈ രത്നാകർ രത്നമാലയുടെ അടുത്ത് ചെന്നതിന് ശേഷം അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ്. അവളാണെങ്കിലോ രത്നാകറിന്റെ പിറകെ ചെല്ലും. നാട്ടുകാരൊക്കെ തിരക്കുമ്പോൾ അവളുടെ കാശ് മടിച്ചുകൊണ്ട് രത്നാകർ പോയെന്നാണ് അവൾ പറഞ്ഞതും. എന്നിട്ടവൻ നേരെ അവിടെ നിന്ന് വന്ന് അതിൽ കുറച്ച് കാശ് ഒരു വയസ്സായ അപ്പൂപ്പനെ ഏൽപ്പിക്കും. അയാൾക്കും ഒരുപാട് സന്തോഷമാകും. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയ കാശുമായി അവൻ ചീട്ട് കളിക്കാനായി എത്തും. ആ ഗ്രാമത്തിലുള്ള ജനങ്ങളൊക്കെ ഗോദാവരി നദിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് പോലും. സ്ഥിരമായി അവർക്ക് ഒരു വരുമാനമോ തൊഴിലോ ഒന്നുമില്ല. കിട്ടുന്ന കാശിന് ചീട്ട് കളിച്ചും കള്ളു കുടിച്ചും ഒക്കെ കളയും. അങ്ങനെ അവൻ ചീട്ട് കളിക്കാനായി ആ കാശുമായി എത്തുകയാണ്. അതിൽ യാദവ് എന്നൊരു പയ്യന് ഈ രത്നമാലയോട് ഒരു മോഹമുണ്ട്. അവൻ പറയും, നീ രത്നമാലയുടെ കയ്യിൽ നിന്നുമുള്ള കാശിനാണോ ചീട്ട് കളിക്കുന്നത് എന്നൊക്കെ. എന്നിട്ട് രത്നമാലയ്ക്ക് മേൽ ഒരു മോഹമുള്ള കാര്യം അവൻ പറയുന്നു. അത് കേൾക്കുന്ന രത്നാകറിന് വല്ലാതെ ദേഷ്യം വരികയും യാദവിനെ തല്ലുകയും ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞ് രത്നാകർ ആണെങ്കിലോ ഒരു ഓട്ടോയിൽ വരികയായിരുന്നു. ഓട്ടോക്കാരനാണെങ്കിൽ ഒരു കടയിൽ കയറിയ സമയത്ത് ആ ഓട്ടോയും അടിച്ച് രത്നാകർ പോകും. എന്നാൽ ആ ഓട്ടോയ്ക്കുള്ളിലാണെങ്കിലോ നിറയെ കോസ്മെറ്റിക് സാധനങ്ങളായിരുന്നു. ഒരു തവണ രത്നാകർ അങ്ങനെ ചെയ്തു. അങ്ങനെ ഇത് തുടർന്നു കൊണ്ടേയിരുന്നു. 2-3 തവണയൊക്കെ ആയപ്പോൾ അതിൻ്റെ ഓണറെ കൊണ്ട് ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും രത്നാകറിനെ കാണാനായി എത്തി. രത്നാകറിന്റെ സ്വഭാവം മനസ്സിലാക്കിയ ആ ഒരു ഓണർ ആണെങ്കിൽ ഒരു ഡീൽ അവന് മുന്നിലേക്ക് വെക്കും. നീ ഒരു കാര്യം ചെയ്, ഇതിന്ന് കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് നീ വിൽപ്പന നടത്തി ആ കാശ് എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുക. അതിനുശേഷം ഞാൻ വീണ്ടും പ്രോഡക്റ്റ് തരാം. അങ്ങനെ നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്റെ ജീവിതം നന്നാകുമെന്ന് ആ ഒരു ഓണർ പറയുന്നതനുസരിച്ച് രത്നാകർ അതിന് തയ്യാറാകും. കാരണം എന്തെന്നാൽ രത്നാകർ അത് തീരുമാനിച്ചത് രത്നമാലയ്ക്ക് വേണ്ടിയിട്ടാണ്. അവന് ഏറ്റവും ഇഷ്ടം അവളെയാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യാദവ് അവളെപ്പറ്റി മോശമായി സംസാരിച്ചപ്പോൾ പോലും രത്നാകറിനതിന് സഹിക്കാനാകാതെ അവനെ തല്ലിയതും. അങ്ങനെ രത്നമാലയ്ക്ക് വേണ്ടി അവനൊരു ഷോപ്പും ആരംഭിച്ചു. ജീവിതം നന്നായി മുന്നോട്ട് പോകുന്ന സമയമായിരുന്നു ഒരിക്കൽ രത്നമാലയെ കാണാനായിട്ട് യാദവ് എത്തിയത്. അവനാണെങ്കിൽ അവളോട് മോശമായി പെരുമാറുവാനായി ശ്രമിക്കുമ്പോൾ അവൾ സമ്മതിക്കില്ല. നീ അവനെ കണ്ടിട്ടാണോ ഈ കിടന്ന് തുള്ളുന്നത്? അവനെ ഞങ്ങൾ ഇന്ന് രാത്രി കൊണ്ട് തീർക്കുമെന്ന് യാദവ് പറയുന്നത് കേട്ട രത്നമാല ഉടനെ തന്നെ ഓട്ടം പോയിരിക്കുകയായിരുന്ന രത്നാകറിനെ വിളിച്ച് വിവരം പറയും. യാദവിന് രത്നാകർ ഇപ്പോൾ നല്ല നിലയിലൊക്കെ ജീവിക്കുന്നത് കണ്ട് നല്ല അസൂയയാണ്. രത്നാകറിന് കിട്ടിയിരിക്കുന്ന കോൺട്രാക്റ്റ് എങ്ങനെയും സ്വന്തമാക്കണമെന്നാണ് യാദവിൻ്റെ ആഗ്രഹവും, അല്ലാതെ രത്നമാലയ്ക്ക് വേണ്ടി മാത്രമല്ല. അങ്ങനെ രത്നാകർ ആണെങ്കിലോ ലോറിയുമായി വരുന്ന സമയം യാദവിൻ്റെ ആളുകൾ രത്നാകറിനെ തടയുന്നു. വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. ആ ഫൈറ്റിനൊടുവിൽ യാദവിൻ്റെ കൂടെ വന്ന ഒരാളുടെ ദേഹത്തേക്ക് ലോറി കയറുകയാണ്. അതും മറ്റാരുടെയോ ലോറി. അവരാണെങ്കിലോ വളരെ സങ്കടപ്പെട്ട് ഡെഡ് ബോഡിയുമായി തിരികെ പോകും. അതേ സമയത്താണ് രത്നാകർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നതും. അവിടെ മണൽ വാരൽ നടക്കുകയാണ്.
ഒരുപാട് നാളായി ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതും ഹൈഡ്രോളിക് മെഷീനൊക്കെ വെച്ചാണ് മണൽ വാരൽ നടക്കുന്നതും. രത്നാകർ തന്റെ അസിസ്റ്റന്റിനോട് വിവരം തിരക്കുമ്പോഴാണ് അസിസ്റ്റന്റ് ഒരു കാര്യം പറയുന്നത്. മണൽ വാരലിന് പിന്നിൽ MLA ആയ ദുരൈസ്വാമിയാണ്. മുൻപ് ദുരൈസ്വാമി ഗുരുജി എന്നൊരാളിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നീട് ഇവർ തമ്മിലുണ്ടായ പിണക്കത്തിന് ശേഷം ദുരൈസ്വാമി ഗുരുജിക്കെതിരായി മത്സരിച്ച് ജയിച്ചു. ഇവർ രണ്ടാളും ശത്രുക്കളാണെന്നും പറയും. ദുരൈസ്വാമിയുടെ കയ്യിൽ നല്ല കാശുണ്ടെന്ന് മനസ്സിലാക്കിയ രത്നാകർ ആണെങ്കിലോ ദുരൈസ്വാമിയെ ചെന്ന് കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും ജോലി തരണം, ഞാൻ അതെല്ലാം അനുസരിച്ച് കൂടെ നിന്നോളാം എന്നൊക്കെ കെഞ്ചി കാല് പിടിക്കുന്നതിനാൽ ദുരൈസ്വാമിയാണെങ്കിലോ രത്നാകറിന് ജോലി കൊടുത്തു. അതെന്ത് ജോലി എന്നാൽ വീട്ടിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുക, അടുക്കള സാധനങ്ങളൊക്കെ, അതുപോലെ തന്നെ വണ്ടി കഴുകൽ, അങ്ങനെ വീട്ടിലെ ജോലികളൊക്കെ രത്നാകറിനെ കൊണ്ട് ചെയ്യിക്കുവാനായും തുടങ്ങി. എന്നാൽ രത്നാകറിന് അതൊരു അനുഗ്രഹമായി. കാരണം എന്തെന്നാൽ ദുരൈസ്വാമിയുടെ വീട്ടിലുള്ള റൂമുകളും കാര്യങ്ങളും എല്ലാം രത്നാകറിന് മനസ്സിലാക്കാനും പറ്റി. മോഷണം എപ്പോൾ വേണമെങ്കിലും നടത്താമല്ലോ. എന്നാൽ ഈ ഒരു ദുരൈസ്വാമിക്ക് മറ്റൊരു വീട് കൂടിയുണ്ട്. അയാൾ നടത്തുന്ന കള്ളപ്പണം എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് ആ ഒരു വീട്ടിലാണ്. എന്നാൽ ആ വീട്ടിലേക്ക് കയറാനുള്ള അനുവാദമോ അല്ലെങ്കിൽ കള്ളപ്പണത്തിന്റെ ഇടപാടുകളൊന്നുമോ രത്നാകറിനെ ഏൽപ്പിക്കുവാനായും അയാൾ തയ്യാറായില്ല. രത്നാകറിനെ അതിൽ നിന്നുമെല്ലാം മാറ്റി നിർത്തി. ഒരിക്കൽ രത്നാകർ മണലെടുക്കുന്നിടത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ജോലിക്ക് 4 കുട്ടികളെ കൊണ്ടുവരും. അവരാരെന്നാൽ യാദവിനൊപ്പം രത്നാകറിനെ അടിക്കാനായിട്ട് കുറച്ചു പേർ വന്നായിരുന്നല്ലോ, അതിലൊരാൾ ലോറി കയറി മരണപ്പെട്ടു. അയാളുടെ ഭാര്യയാണെങ്കിലോ കേസ് കൊടുത്തതിനാൽ യാദവിനൊപ്പം ഉണ്ടായിരുന്ന ബാക്കി 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതോടുകൂടി കുടുംബം വഴിയാധാരമായപ്പോൾ കുട്ടികൾ ജോലിക്കിറങ്ങേണ്ടി വന്നു. അതെല്ലാം കേട്ട് സങ്കടം വന്ന രത്നാകർ മരണപ്പെട്ട ആളിന്റെ ഭാര്യയെ ചെന്ന് കണ്ടിട്ട് കേസ് പിൻവലിക്കണമെന്നും പറയും. എന്നാൽ അവരാണെങ്കിലും കേസ് പിൻവലിക്കാൻ തയ്യാറായതുമില്ല. പിൻവലിച്ചാൽ ആ കുടുംബത്തിന്റെ ചിലവിന് ആവശ്യമായ കാശ് തരാമെന്ന് രത്നാകർ പറയുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്ന എത്ര കാശ് വേണമെങ്കിലും നിങ്ങൾ തരുമോ എന്നായിരുന്നു ഭാര്യയുടെ മറുപടി. അങ്ങനെ രത്നാകർ അതിന് തയ്യാറായി. അതിനുശേഷം രത്നാകർ നേരെ വന്നത് ദുരൈസ്വാമിയുടെ അടുത്തായിരുന്നു. എങ്ങനെയും കാശുണ്ടാക്കാനായിട്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ മണൽ മാത്രമാണല്ലോ അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി സിമന്റ്, വീട് പണിയാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ ഇറക്കണം. ഈ നാട്ടിൽ ആര് വീട് വെക്കണമെങ്കിലും നമ്മുടെ മുന്നിൽ അവർ വരണമെന്ന് രത്നാകർ പറയുന്നതിനാൽ ദുരൈസ്വാമി അതിന് തയ്യാറായി. രത്നാകറിന്റെ ഐഡിയ മുന്നോട്ട് വെച്ചപ്പോഴാണെങ്കിലോ നല്ല സക്സസ് ആവുകയാണ് ചെയ്തത്. അതോടുകൂടി ദുരൈസ്വാമി തന്റെ അസിസ്റ്റന്റായി രത്നാകറിനെ തീരുമാനിക്കുകയും ചെയ്തു. പെട്ടെന്നായിരുന്നു രത്നാകറിന് വളർച്ചയുണ്ടായതും. എന്നാൽ രത്നാകർ ദുരൈസ്വാമിയോട് പറഞ്ഞ് ജയിലിൽ അകപ്പെട്ടു പോയ ആ 4 പേരെയും പുറത്തിറക്കി. എന്നിട്ട് അവരോട് എൻ്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് നല്ലോണം സമ്പാദിക്കാം എന്നൊക്കെ പറയുന്നതിനാൽ അവരും രത്നാകറിനൊപ്പം ചേർന്നു. അങ്ങനെ നല്ല രീതിക്ക് ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. ദുരൈസ്വാമിയുടെ കള്ളപ്പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വീടിന്റെ അധികാരവും രത്നാകറിന് നൽകി. അങ്ങനെ ഒരു ദിവസം രത്നാകറും കൂട്ടുകാരും മദ്യപിച്ച് വണ്ടി ഓടിച്ചു വരുമ്പോൾ മറ്റൊരു കാറ് ആക്സിഡന്റ് ആയി കിടക്കുന്നത് കാണുന്നു. അതിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയായിരുന്നു. അവളാണ് കഥാനായികയായ ബുജി. ബുജിയെ ആദ്യ കാഴ്ചയിൽ തന്നെ രത്നാകറിന് ഒരുപാട് ഇഷ്ടമായി. അവളെ അവൻ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റും ചെയ്തു. രത്നാകറാണ് തന്റെ ജീവൻ രക്ഷിച്ചത് എന്നുള്ള രീതിയിലൊക്കെ അവൻ അവളോട് വരുത്തി തീർത്തു. അവൾക്കാണെങ്കിൽ രത്നാകറിനോട് ഒരുപാട് നന്ദിയുമുണ്ട്. ആ സംഭവമെല്ലാം രത്നമാലയോട് വന്നിരുന്ന് പറയുന്ന സമയത്തായിരുന്നു രത്നാകർ മറ്റൊരു കാര്യവും തുറന്നു പറയുന്നത്. ബുജി മറ്റാരുമല്ല, ഗുരുജിയുടെ മകളാണെന്ന്. അടുത്ത ദിവസം തന്നെ ഗുരുജിയുടെ വീട്ടിലേക്ക് രത്നാകർ പോവുകയാണ്. കാരണം എന്തെന്നാൽ ഗുരുജിയുടെ ഒരു സ്ഥലം രത്നാകറിന് സ്വന്തമാണെന്ന് അവൻ ബോർഡ് വെച്ചിരുന്നു മുമ്പ്. അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുവാനായിട്ടാണ് ഗുരുജിയുടെ വീട്ടിലെത്തിയത്. എന്നാൽ ഗുരുജിയാണെങ്കിലോ നല്ല രീതിയിൽ രത്നാകറിനെ വീട്ടിലേക്ക് സ്വീകരിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും ഒരു പ്ലാൻ വെക്കുകയാണ്. രത്നാകർ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഗുരുജിയാണെങ്കിലോ ശരി, ഞാൻ അതിന് അനുവദിക്കാം, എങ്കിൽ നീ എനിക്കൊരു 5 കോടി രൂപ കൊണ്ടുതരണമെന്ന് പറയുന്നു. രത്നാകർ അതിന് സമ്മതിക്കുകയും ചെയ്യും. എന്നിട്ട് രത്നാകർ ഒരു പ്ലാൻ ചെയ്യും. രത്നാകർ തന്റെ കൂട്ടുകാരുമായി പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് രത്നാകറിനെയും ദുരൈസ്വാമിയും കടത്തിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് ദുരൈസ്വാമിയോട് പറയും 5 കോടി രൂപ തന്നില്ലെങ്കിൽ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിനാൽ ദുരൈസ്വാമി തന്റെ ഭാര്യയെ ഫോൺ വിളിച്ചിട്ട് 5 കോടി രൂപ എത്തിക്കുവാനായും പറയുന്നു. അങ്ങനെ ഭാര്യയുടെ കാല് പിടിച്ച് കെഞ്ചിയിട്ടാണെങ്കിലും 5 കോടി രൂപ ദുരൈസ്വാമി അവർക്ക് കൊടുത്തു. രത്നാകറിന്റെ പ്ലാനായിരുന്നല്ലോ അതെല്ലാം. എന്നിട്ട് ആ കൂട്ടാളികളെല്ലാം അവരെ വഴിയിൽ കൊണ്ടിറക്കി വിട്ടു. അപ്പോൾ ദുരൈസ്വാമി പറയും, എന്തായാലും വല്ലാത്തൊരു കഷ്ടമായി പോയി. എൻ്റെ ഭാര്യയുടെ കയ്യിൽ കാശിരിക്കുന്നത് കൊണ്ട് ഞാൻ അവളുടെ കാല് പിടിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഇനി കാശിൻ്റെ കണക്കൊക്കെ നീ നോക്കിയാൽ മതി എന്ന് രത്നാകറിനോട് പറഞ്ഞു. രത്നാകർ ആ 5 കോടി രൂപ ഗുരുജിയെ ഏൽപ്പിക്കുകയും ചെയ്തു.
ഒരിക്കൽ രത്നാകരനെ കാണാനായിട്ട് ഗുരുജി വരികയാണ്. ഗുരുജിയുമായി ഉള്ള ഭൂമി തർക്കത്തിന്റെ പ്രശ്നത്തെപ്പറ്റി തിരക്കുമ്പോൾ അത് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഭൂമിയാണ് ഗുരുജിയുടെ കൈവശം ഇരിക്കുന്നത്, നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയതെന്ന് രത്നാകർ അവളോട് പറയുന്നു. അത് കേട്ട അവൾക്കാണെങ്കിലോ രത്നാകർ നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ നല്ലത് ചെയ്യുന്ന ഒരു ദൈവദൂതന്റെ ഇമേജാണ് അവളുടെ മനസ്സിലുണ്ടായത്. അങ്ങനെ അവൾ ഗുരുജി അറിയാതെ ഓരോ കാര്യങ്ങളും രത്നാകറിന് ചെയ്തു കൊടുക്കുവാനായും തുടങ്ങി. ഓരോ പ്രോപ്പർട്ടിയുടെയൊക്കെ ഡോക്യുമെന്റ് ഒക്കെ കൊണ്ടുവന്ന് അവന് കൊടുത്തു. അവൾ ഒരുപാട് അവനെ വിശ്വസിക്കാനായും തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ദുരൈസ്വാമിക്ക് ഗുരുജിയാണ് തന്നെ കടത്തിക്കൊണ്ടു പോയതിന് പിന്നിൽ എന്നുള്ള തോന്നലുണ്ടായി. ഗുരുജിയുമായി ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ വന്ന് ഗുരുജിയെ കാണാനായി എത്തും. അതേസമയം ഗുരുജിയാണെങ്കിലോ ഇനി അടുത്ത MLAക്ക് മത്സരിക്കാൻ പോകുന്നത് ഒരാളാണെന്ന് പറഞ്ഞ് രത്നാകറിന്റെ പേര് മുന്നോട്ട് വെച്ചു. അത് കാണുന്ന ദുരൈസ്വാമി ഷോക്കായി പോവും. എന്തെന്നാൽ അന്ന് രത്നാകർ ഗുരുജിയെ കാണാൻ വന്നിട്ട് ആവശ്യപ്പെട്ടത് MLA സ്ഥാനമായിരുന്നു. അതിന് പകരമായി 5 കോടി രൂപ നൽകണമെന്ന് ഗുരുജി ആവശ്യപ്പെട്ടതിനാലാണ് ദുരൈസ്വാമിയെ കടത്തിക്കൊണ്ടുപോയി 5 കോടി രൂപ ഒപ്പിച്ചെടുത്തതും. ദുരൈസ്വാമിയെ രത്നാകർ ചതിച്ചുവെന്ന കാര്യം ദുരൈസ്വാമിക്ക് മനസ്സിലായി. അങ്ങനെ ഇലക്ഷന് രത്നാകർ വിജയിച്ചു. അതോടുകൂടി രത്നാകർ തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു കാണിക്കുവാനായും തുടങ്ങി. ഒരിക്കൽ ബുജിയും രത്നാകറും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഗുരുജി അറിയും. ഗുരുജി അത് വലിയ പ്രശ്നമാക്കി. ഒടുവിൽ ബുജിയെ രത്നാകർ വിളിച്ചിറക്കി കൊണ്ടുപോയി. അവർ രണ്ടാളും നന്നായി ജീവിക്കുവാനായും തുടങ്ങി. ഒരു ഭൂമി തർക്കത്തെ തുടർന്ന് ഗുരുജിയും രത്നാകറും തമ്മിൽ വലിയ വഴക്കായപ്പോൾ ഗുരുജിയെ രത്നാകർ തല്ലി. എന്നാൽ വയസ്സായ ആളല്ലേ, കുഴഞ്ഞു വീണ് ഗുരുജി മരണപ്പെട്ടു. ഗുരുജിയുടെ മരണത്തിൽ പങ്കെടുക്കാനായി ദുരൈസ്വാമിയും എത്തി. ദുരൈസ്വാമി ബുജിയോട് പറയും, എനിക്ക് ഗുരുജിയുമായി ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇതുവരെയും ഗുരുജിയുടെ ജീവൻ പോകണമെന്നോ ജീവൻ ആപത്ത് വരണമെന്നോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നാൽ ആ രത്നാകർ, അവനെ നീ സൂക്ഷിക്കണം. അവൻ നീ വിചാരിക്കും പോലുള്ള ആളല്ല, അവൻ രാക്ഷസനാണെന്ന് പറയും. അതോടുകൂടി ബുജി രത്നാകറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കും. അവൻ എല്ലാവരെയും സഹായിക്കുകയാണ്, നാട്ടുകാർക്ക് വേണ്ടി നല്ലത് ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കുന്നത് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. താൻ ചതിക്കപ്പെട്ടു എന്ന കാര്യവും അവൾക്ക് മനസ്സിലായി. ഗുരുജിയെ തല്ലിയത് രത്നാകർ ആയതിനാൽ ദുരൈസ്വാമി പോലീസിനെ കൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരുപാട് തല്ലുവാനായും തുടങ്ങി. അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്ന രത്നാകർ ആണെങ്കിലോ മരണ വീട്ടിലെത്തി അവിടെയുണ്ടായിരുന്ന ദുരൈസ്വാമിയെ വല്ലാതെ തല്ലുവാനായും തുടങ്ങി. അതെല്ലാം കണ്ടു നിന്ന ബുജിയാണെങ്കിലോ ഇനി അയാളെ തള്ളരുത് എന്ന് പറഞ്ഞ് തോക്കെടുത്ത് രത്നാകറിന്റെ ഷോൾഡറിൽ വെടിവെച്ചു. രത്നാകർ ആണെങ്കിലോ കുഴഞ്ഞു വീഴുകയാണ്. അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അവൻ പറയും, ബുജിയെ ഞാനല്ലേ തല്ലിയത്, അതിലെനിക്കൊരു കുറ്റബോധമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ബുജി എന്നെ വെടിവെച്ചതോടുകൂടി അതെനിക്ക് മാറി എന്നവൻ പറയും. ഹോസ്പിറ്റലിൽ ബുജിയുമുണ്ട്. ബുജി പ്രഗ്നന്റ് ആയതിനാൽ അവൾ രത്നാകറിനോട് ക്ഷമിക്കുവാനായും തീരുമാനിച്ചു. അതേസമയം ഹോസ്പിറ്റലിലെത്തിയ രത്നമാല എന്തുകൊണ്ടാണ് ഗുരുജിയുമായി രത്നാകറിന് ഇത്ര ശത്രുതയെന്ന് പറയുകയാണ്. പണ്ട് രത്നാകറിന്റെ അച്ഛനാണെങ്കിലോ നാട്ടിനു വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. അതേസമയം ഗുരുജി ഇലക്ഷനിൽ പങ്കെടുക്കുന്നതിനാൽ ഓപ്പോസിറ്റ് പാർട്ടി ജയിക്കുമെന്നായപ്പോൾ ഗുരുജിയാണെങ്കിലോ രത്നാകറിന്റെ അച്ഛനെ കൊണ്ട് അവരുടെ ബാലറ്റ് പെട്ടി മോഷ്ടിച്ചു. എന്നാൽ മനസ്സ് വരാത്ത രത്നാകറിന്റെ അച്ഛൻ ബാലറ്റ് പെട്ടി തിരികെ കൊണ്ടുവച്ചു. ആയതിനാൽ ഗുരുജി ഇലക്ഷനിൽ തോറ്റും പോയി. ഗുരുജിയുടെ പ്രവർത്തികളൊന്നും നാട്ടുകാർക്ക് അത്ര ഇഷ്ടമായതേയില്ല. രത്നാകറിന്റെ അച്ഛനാണെങ്കിലോ ഗുരുജിയുടെ പ്രവർത്തനങ്ങൾക്ക് എതിരായി നിന്നു തുടങ്ങി. അത് മനസ്സിലാക്കിയ ഗുരുജിയാണെങ്കിലോ ഒരാളെ കൊണ്ട് നാട് മുഴുവൻ കവർച്ച നടത്തിയിട്ട് അത് രത്നാകറിന്റെ അച്ഛന്റെ തലയിലിട്ടു. നാട്ടുകാർ അത് വിശ്വസിച്ചു. ഒടുവിൽ രത്നാകറിന്റെ കൈകൊണ്ട് തന്നെ അച്ഛനെ ചുട്ടുകൊല്ലിക്കുകയാണ് ഗുരുജി ചെയ്തതും. ആ ഒരു പ്രതികാരം രത്നാകറിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയതെന്നും രത്നമാല പറഞ്ഞു. പ്രഗ്നന്റ് ആയതിനാൽ ബുജി രത്നാകറിനോട് ക്ഷമിക്കുവാനായും തീരുമാനിച്ചല്ലോ. ഇനി ഇതൊന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഇതെല്ലാം ഇവിടെ അവസാനിച്ച് നമുക്ക് നല്ലൊരു ജീവിതം ജീവിക്കാമെന്ന് ബുജി രത്നാകറിനോട് പറഞ്ഞു. അങ്ങനെ അവനാണെങ്കിലോ എല്ലാം ഉപേക്ഷിച്ച് നന്നായി ജീവിക്കുവാനായും തുടങ്ങിയ സമയമായിരുന്നു ദുരൈസ്വാമിയുടെ ലണ്ടനിലുള്ള മകൻ നാട്ടിലേക്ക് വന്നത്. ദുരൈസ്വാമിയെ രത്നാകർ തല്ലിയ കാര്യം അവനറിഞ്ഞ് രത്നാകറിനോട് പ്രതികാരം വീട്ടുവാനായും തീരുമാനിച്ചു. ഇലക്ഷൻ ഓപ്പോസിറ്റായിട്ട് അവൻ യാദവിനെ നിർത്തി. കാരണം എന്തെന്നാൽ രത്നാകറും ഇലക്ഷന് മത്സരിക്കുകയാണ്. എന്നാൽ ബുജിയാണെങ്കിലോ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. കുടുംബമായവർ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന സമയമായിരുന്നു ഇലക്ഷൻ വന്നതും. രത്നാകറും ഇലക്ഷന് മത്സരിക്കുകയാണ്. എന്നാൽ ദുരൈസ്വാമിയുടെ മകനാണെങ്കിലോ യാദവിനെ എതിർ സ്ഥാനാർത്ഥിയായി നിർത്തി. ഇലക്ഷനിലാണെങ്കിലോ യാദവും വിജയിച്ചു. ദുരൈസ്വാമി എങ്ങനെയും രത്നാകറിനിട്ട് പണി കൊടുക്കുവാനായി തീരുമാനിച്ച് അവൻ പണ്ട് ചെയ്ത കുറ്റങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അവനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചു.
പണ്ട് രത്നാകർ വിജയിച്ച സമയത്ത് ദുരൈസ്വാമിയുടെ കള്ളപ്പണങ്ങൾ ഒളിപ്പിക്കുന്ന വീടാണെങ്കിൽ പൂട്ടിയിരുന്നു. എന്നാൽ യാദവ് ജയിച്ചപ്പോൾ ദുരൈസ്വാമി വീണ്ടും ആ വീട്ടിൽ കള്ളപ്പണങ്ങളൊക്കെ ഒളിപ്പിക്കുന്നതും തുടങ്ങി. ആ വീട് വൃത്തിയാക്കുവാനായി കുറച്ച് സ്ത്രീകൾ എത്തിയിരുന്നു. അത് വേറെ ആരുമല്ല, രത്നമാലയും ടീമുമായിരുന്നു. രത്നമാലയാണെങ്കിലോ ദുരൈസ്വാമിയെ പൂട്ടിയിട്ട് അവന്റെ കഴുത്തിൽ കത്തിവെച്ച് പോലീസിനെ ഫോൺ വിളിച്ച് രത്നാകറിനെ പുറത്തിറക്കി. എന്നാൽ ദുരൈസ്വാമിയും മകനും യാദവും ഒക്കെ ചേർന്ന് രത്നാകറിന്റെ വീടിനെ ആക്രമിക്കുവാനായും തുടങ്ങി. അവന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനുമൊക്കെ പരിക്ക് പറ്റി. അത് താങ്ങാനാകാത്ത രത്നാകർ ദുരൈസ്വാമിയെയും യാദവിനെയും മകനെയും ഒക്കെ കാണാൻ ചെന്നിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എൻ്റെ കുടുംബത്തെ വെറുതെ വിടണമെന്ന് പറയുമ്പോൾ ദുരൈസ്വാമി അവൻ അടിച്ചെടുത്ത 5 കോടിക്ക് പകരം 10 കോടി ആവശ്യപ്പെട്ടു. എന്നാൽ യാദവാണെങ്കിലോ അവനെ വീണ്ടും തോൽപ്പിക്കുവാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദേഷ്യം വന്ന രത്നാകർ യാദവിനെ കൊന്നുകളഞ്ഞു. യാദവ് മരണപ്പെട്ടതറിഞ്ഞ രത്നമാല രത്നാകറിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. കോംപ്രമൈസിന് പോയ രത്നാകർ യാദവിനെ കൊന്നിട്ടല്ലേ വന്നത്. എന്നാൽ അതേസമയം രത്നാകർ ഒരു ന്യൂസ് അറിയുകയാണ്. എന്തെന്നാൽ ദുരൈസ്വാമിയാണെങ്കിലോ രത്നാകറിനെ കൊല്ലുവാനായിട്ട് അവന്റെ 4 കൂട്ടുകാരെ ഏർപ്പാടാക്കിയ കാര്യം. അവന്റെ 4 കൂട്ടുകാരും വീട്ടിലെത്തുമ്പോൾ രത്നാകർ ആണെങ്കിലോ രത്നമാലയുടെ കൈ കൊണ്ട് ചോറ് വിളമ്പിച്ചു. അതിൽ വിഷമായിരുന്നു. അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കവേ പറയും, ദുരൈസ്വാമി നിന്നെ കൊല്ലുവാനായി ഞങ്ങളെ ഏർപ്പാടാക്കിയതാ, പക്ഷേ ഞങ്ങൾക്കതിന് കഴിയില്ലടാ, ഞങ്ങൾക്ക് നീയാണ് വലുത് എന്ന് കേൾക്കുമ്പോൾ രത്നാകറിനതിന് സഹിക്കാനായില്ല. രത്നാകർ ഉടനെ തന്നെ ആഹാരമൊക്കെ തട്ടി നീക്കിയിട്ട് അവരെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്കും എത്തിച്ചു. എന്നാൽ അതേസമയം രത്നാകറിന്റെ ഭാര്യയായ ബുജി രണ്ടാമതും പ്രഗ്നന്റ് ആയിരുന്നു. അവൾക്കും പ്രസവ വേദന വന്ന സമയമായിരുന്നു. അവളെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു. രത്നമാല രത്നാകറിനെ ഒരുപാട് വഴക്ക് പറയും ചോറിൽ വിഷം വെച്ചതിന്. ഭാര്യയാണെങ്കിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഭാര്യയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന സമയം ആ 4 കൂട്ടുകാരുടെയും മക്കളാണെങ്കിലോ അവരുടെ കാറിൽ മറ്റൊരു കാറ് കൊണ്ടുവന്നിടിച്ചു. രത്നാകർ അവരുടെ അച്ഛനെ കൊല്ലുവാൻ ശ്രമിച്ച കാര്യം അവരറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ്റെ ഭാര്യയും കൊല്ലുവാനായി ശ്രമിച്ചു. ആക്സിഡന്റ് പറ്റിയ ബുജിയെയും തന്റെ മൂത്ത മകനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് രത്നാകർ. പോകുന്ന വഴിയിൽ ബുജിയാണെങ്കിൽ രത്നാകറിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു, ഇനി ഇതുപോലുള്ള തെറ്റുകളൊന്നും ചെയ്യില്ല, മാത്രമല്ല നമ്മുടെ മകൾ രത്നാകർ ആരാണെന്ന് യഥാർത്ഥത്തിൽ അറിയണം എന്നെല്ലാം സത്യം ചെയ്യിച്ചു വാങ്ങിയിരുന്നു. ബുജിയും മൂത്ത മകനും മരണപ്പെട്ടു. അത് രത്നാകറിന് താങ്ങാനായില്ല. എന്നാൽ അതേസമയം തന്നെ അവന്റെ 4 കൂട്ടുകാരുടെയും 4 ആൺമക്കളെയും കൊന്നിരുന്നു. അത് രത്നാകർ ആണെന്ന് കരുതി അവനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കേസിനാണ് രത്നാകർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. രത്നമാല രത്നാകറിന്റെ മകളെയും കൊണ്ട് ജയിലിലേക്ക് വരികയാണ്. ഡയറി വായിച്ചതിന് ശേഷം മകളാണെങ്കിൽ അച്ഛനോട് ചോദിക്കും, അച്ഛനല്ലല്ലോ അവരുടെ 4 മക്കളെയും കൊന്നത്, അത് യാദവൻ. രത്നമാല രത്നാകറിന്റെ മകളെയും കൊണ്ട് ജയിലിലേക്ക് വരികയാണ്. ഡയറി വായിച്ചിട്ടാണ് മകൾ അവിടെ എത്തിയത്. മകളാണെങ്കിൽ അച്ഛനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കും. എന്നിട്ട് മകൾ ചോദിക്കും, അച്ഛനല്ലല്ലോ ആ 4 കുട്ടികളെയും കൊന്നത്, പിന്നെ അവരെ കൊന്നതൊക്കെ ദുരൈസ്വാമിയും മകനുമല്ലേ, പിന്നെ എന്തിനാണ് അച്ഛൻ ആ കേസ് ഏറ്റെടുത്ത് ജയിലിൽ കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എൻ്റെ 4 കൂട്ടുകാർക്കും എന്നെ കൊല്ലണമെന്നാണ് ആഗ്രഹം, അവരുടെ ആഗ്രഹപ്രകാരം ഞാൻ മരിക്കുവാനായി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രത്നാകർ തൻ്റെ ഓർമ്മയ്ക്കായി ഒരു ലോക്കറ്റ് മകളെ ഏൽപ്പിച്ചു. മകളാണെങ്കിൽ അതുമായി രത്നമാലയ്ക്കൊപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയം അച്ഛനല്ല ആ 4 പേരെയും കൊന്നത്, പിന്നെ കൊന്നത് ദുരൈസ്വാമിയൊക്കെയല്ലേ, അവരെ അച്ഛൻ വെറുതെ വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ രത്നമാല മകളെ ഒന്ന് നോക്കിയിട്ട് പിന്നീടൊരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ആ 4 കുട്ടികളെയും കൊന്നുകളഞ്ഞത് ദുരൈസ്വാമിയും മകനും കൂട്ടാളികളുമായിരുന്നു. കാരണം എന്തെന്നാൽ അവരുടെ കൂട്ടുകാരുടെ ശത്രുത രത്നാകറിന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. അതെല്ലാം മനസ്സിലാക്കിയ രത്നാകർ ദുരൈസ്വാമിയെയും മകനെയും കൂട്ടാളികളെയും ഒക്കെ കൊന്നുകളഞ്ഞു. അതിനാണ് രത്നാകർ ഇപ്പോൾ ജയിലിലായിരിക്കുന്നതും. അതെല്ലാം അറിഞ്ഞ മകളാണെങ്കിലോ ഒന്നും മിണ്ടില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രത്നാകറിന്റെ 4 കൂട്ടുകാരും അവരുടെ മക്കളെ കൊന്നവനെ കൊന്നതിന് ശേഷം മാത്രമേ ചിതാഭസ്മം പുഴയിലൊഴുക്കൂ എന്നുള്ള വാശിയുണ്ടായിരുന്നു. രത്നാകറിന്റെ 4 കൂട്ടുകാരും ചിതാഭസ്മം ഒഴുക്കുന്നത് കാണിക്കും. എന്തെന്നാൽ അവർ രത്നാകറിനെ കൊന്നില്ല. കാരണം മകളുമായി രത്നാകർ സംസാരിക്കുന്നത് അവർ കേട്ടിരുന്നു. അതോടുകൂടി സത്യം മനസ്സിലാക്കി അവർ രത്നാകറിനെ വെറുതെ വിട്ടു. അതോടുകൂടി സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.